അല്ലെ മക്കളെ, പ്ലസ് 1 മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ലിമിറ്റ്സ് ആൻഡ് റേറ്റ്സ് പറയുന്നത്. ഏകദേശം ബോർഡ് എക്സാമിന് 9 മാർക്കാണ് ഒറ്റ ചാൻസ് ചോദിക്കാറ്. സോ ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കാണുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനുള്ള 9 മാർക്കും ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ആദ്യമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ ഭാഗമാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. വളരെ സുഖമായിട്ട് ബോർഡ് എക്സാമിന് വരുന്ന 9 മാർക്കും നേടുന്നതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. സോ ഡയറക്ടേഴ്സ് ആദ്യമായിട്ട് എല്ലാവരും ഈ ഒരു ഫോമിലോട്ട് ചെയ്യുക മക്കളെ. എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ കാണുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണെന്ന് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. സോ ഈ ഒരു ഫോർമുല എല്ലാവരും നോട്ട് ചെയ്യുക. കാരണം ഈ ഒരു ഫോർമുല നിന്ന് എക്സാമിന് എന്തായാലും ഒരു 4 മാർക്കിന്റെ ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് വളരെ അധികമാണ്. സോ നമ്മൾ ആദ്യമായിട്ട് ഒരു ചോദ്യം വെച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. പിടിച്ചോളൂ, ഇതാണ് സംഭവം. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഒരു കാര്യം കൂടെ എക്സ്ട്രാ ചെയ്യണം. യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കണം മക്കളെ. ഈ കാണുന്ന ഫോർമുലയാണ് നമ്മൾ എന്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ കൃത്യമായിട്ട് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക, അത് മാത്രമാണ് ആവശ്യം. എല്ലാവരും ആദ്യമായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഫോർമുല എഴുതി വെക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ ഫോർമുല പറഞ്ഞിരിക്കുന്നത്? ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാണ് എന്റെ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഫോർമുല. സോ എനിക്കറിയാം എന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും? എല്ലാവരും നോക്കുക. നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആവശ്യമുണ്ട്. ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സിന് പകരം നോക്കിയേ, എക്സിന് പകരം എക്സ് പ്ലസ് എച്ച്. അങ്ങനെയാകുമ്പോൾ എന്റെ വലതുഭാഗത്തും ഞാൻ എക്സിന് പകരം ഓടിപ്പോയിട്ട് എക്സ് പ്ലസ് എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്ത് കിട്ടും? ഇറ്റ് ഇസ് സെയിം ആസ് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. കഴിഞ്ഞു. ഈ ഒരു ലോജിക്കാണ് എല്ലാവർക്കും ആദ്യമായിട്ട് വേണ്ടത്. ഞാനിതാ ഈ കാണുന്ന ഫോർമുലയിൽ, ഇതാണ് നമ്മുടെ ക്ലാസിക് ഫോർമുല. ഈ ഒരു ഫോർമുലയിൽ നേരെ പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ. നോക്കിയേ, ഈ കാണുന്ന ഫോർമുലയിൽ ഞാനിതാ ഓടിപ്പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇറ്റ് സെയിം ആസ് ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. അതാരാണ്? അത് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. മൈനസ് അടുത്ത ആരുണ്ട്? എഫ് ഓഫ് എക്സ്. ആര് എഫ് ഓഫ് എക്സ്? അത് നമുക്കറിയാം എക്സ് സ്ക്വയർ ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഉണ്ട്. സോ എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് എന്താണ്? ഇതൊരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ്. സോ ലിമിറ്റ് എച്ച് ടെൻസ് 0 എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ. ഇതാണ് തന്നെ എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ബാക്കി എന്തുണ്ട്? ഒരു മൈനസ് എക്സ് സ്ക്വയർ കൂടി ഉണ്ട്. മൈനസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കി എന്തുണ്ട്? 2xh പ്ലസ് എച്ച് സ്ക്വയർ ഉണ്ട്. എല്ലാവരും നോക്കുമ്പോൾ ഈ കാണുന്ന രണ്ട് ടേമിൽ നിങ്ങൾക്ക് ആരെയോ കോമൺ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്ന മറ്റാരുമല്ല. അതാരാണ്? അത് എച്ച് ആണ്. ഇവിടെയും എച്ച് ഉണ്ട്, ഇവിടെയും എച്ച് ഉണ്ട്. സോ എച്ചിനെ കോമണെ പുറത്തെടുക്കാം. സോ ലിമിറ്റ് എച്ച് ടെൻസ് 0 എച്ച് കോമണെ പുറത്തു വന്നു. ബാക്കി എന്തുണ്ട്? ഇവിടെ നിന്ന് എച്ച് പോയി. ബാക്കി ഇവിടെ 2x പ്ലസ് ഇവിടെ നിന്ന് എച്ച് സ്ക്വയറിൽ നിന്ന് ഒരു എച്ച് പോയി. ബാക്കി എന്തുണ്ട്? ബാക്കി അവിടെ ഒരു എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് ഉണ്ട്. നമ്മളത് എച്ചും എച്ചും ക്യാൻസൽ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഓടിപ്പോയിട്ട് എച്ച് ടെൻസ് 0 ആണെന്ന് അറിയാം. എവിടെയാണോ എച്ച് ഉള്ളത് അവിടെ നമ്മൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാം മക്കളെ? എച്ചിന് 0 കൊടുക്കുക. സോ ഇവിടെ എച്ചിന് ഓടിപ്പോയിട്ട് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ബാക്കി അവിടെ ഉള്ളത് 2x മാത്രമേ ഉള്ളൂ. 2x പ്ലസ് 0 ഇറ്റ് ഇസ് സെയിം ആസ് 2x. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ്, അത് 2x ആണ്. മനസ്സിലായി? ഇത്ര മാത്രമാണ് ഈ ഒരു ചോദ്യം നമ്മൾക്ക് വരുന്നത്. സോ ഈ കാണുന്ന ഫോർമുല എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോർമുല എല്ലാവരും പഠിക്കണം, മസ്റ്റ് ആയിട്ടും പഠിക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ, നോക്കൂ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ് മക്കളെ. ഇതിന്റെ പവർ എൻ അല്ലേ? ആ കാണുന്ന എൻ എന്നുള്ള പവർ നേരെ താഴോട്ട് എഴുതാം. സോ എൻ എക്സ് റൈസ് ടു ഈ കാണുന്ന എന്നിൽ നിന്ന് പവർ ഒന്ന് കുറയ്ക്കാം, എൻ മൈനസ് 1. എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1. നമുക്കത് നേരെ തന്നെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, നേരെ തന്നെ ഒറ്റ എക്സാമ്പിൾ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് എന്റെ എഫ് ഓഫ് എക്സ്, എക്സ് റൈസ് ടു 50. അങ്ങനെയാണെങ്കിൽ എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ്? മക്കളെ ഇത്ര മാത്രമേ ഉള്ളൂ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന 50നെ നേരെ താഴ്ത്ത് എഴുതാം. 50 എക്സ് റൈസ് ടു ഈ കാണുന്ന 50ൽ നിന്ന് ഒന്ന് കുറയ്ക്കാം, അതായത് 49.
സോ 50x⁴ ആണ് മക്കളെ ഈ കാണുന്ന എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് വളരെയധികം ആവശ്യമുണ്ട്. എക്സാമിന് ചോദിക്കുന്ന കൺസെപ്റ്റ് ആണ് ഇപ്പോൾ തന്നെ പറഞ്ഞത്. നമ്മൾ ബാക്കിയിലേക്ക് പോകുന്നു. കമ്പ്യൂട്ട് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, ഇതാണ് ചോദ്യം. നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് പ്രിൻസിപ്പളിന്റെ ഫോർമുല എല്ലാവരും എഴുതി വെക്കുക. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതാണ് എന്റെ ഫസ്റ്റ് പ്രിൻസിപ്പൾ ഫോർമുല. എഫ് ഡാഷ് ഓഫ് എക്സ് = ലിമിറ്റ് h → 0 f of x + h - f of x ഹോൾ ഡിവൈഡഡ് ബൈ h ആണെന്ന് അറിയാം. നമുക്ക് എന്താണ് f of x + h വേണം. ഞാൻ നോക്കുമ്പോൾ ആരാണ് f of x? f of x എന്ന് പറഞ്ഞാൽ അത് sin x ആണ്. നമുക്ക് sin x ന്റെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. സോ f of x is none other than sin x. നമുക്ക് എന്ത് വേണം ഇനി? f of x + h വേണം. അതെന്താ കാരണം? നമുക്ക് ഇവിടെ f of x + h ഉണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് f of x + h കാണാൻ വേണ്ടിയുണ്ട്. ഞാൻ എന്ത് ചെയ്തു? ഞാനിതാ കൃത്യമായിട്ട് ഇവിടെ f of x + h നിങ്ങൾക്ക് കൂടി കണ്ടുപിടിക്കുന്നു. എന്താണ് മക്കളെ f of x + h? ഇവിടെ x ന് പകരം x + h. സോ സിമിലർലി ഇവിടെയും x ഉണ്ട്. ആ കാണുന്ന x ന് പകരം ഓടിപ്പോയിട്ട് x + h എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എന്ത് കിട്ടും? sin of x + h. കഴിഞ്ഞു. സോ f of x + h it is none other than sin of x + h ആണെന്ന് എല്ലാവർക്കും വളരെ സുഖമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി നമുക്ക് എന്താണ് ഈ കാണുന്ന ഫോർമുലയിൽ എല്ലാത്തിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ f dash of x it is same as നമുക്ക് എന്ത് പറയാൻ പറ്റും? f of x + h, അതായത് മക്കളെ sin of x + h. ലിമിറ്റ് ഉണ്ട് കേട്ടോ, മറക്കല്ലേ ലിമിറ്റ് കേട്ടോ. ലിമിറ്റ് h → 0 sin of x + h minus f of x minus f of x ആരാ? sin x ഹോൾ ഡിവൈഡഡ് ബൈ h. ഇത്ര മാത്രമാണ് നമുക്ക് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഫോർമുല വരുന്നുണ്ട്. ഇവനൊരു എക്സ് പോലെ നോക്കുകയാണെങ്കിൽ, ഈ കാണുന്ന x + h നെ ഒരു എക്സ് പോലെ നോക്കുകയാണെങ്കിൽ sin x മൈനസ് sin y ഫോർമാറ്റ് ആണ്. sin x മൈനസ് sin y നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതെന്താണ്? അത് 2 cos x + y/2 sin x - y/2 ആണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഫോർമുലയാണ്. ആ കാണുന്ന ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇറ്റ് ഇസ് സെയിം ആസ് ലിമിറ്റ് h → 0. എല്ലാവരും നോക്കൂ, എന്താണ് വരുന്നത്? sin x + sin y. ഇതിന് ഫോർമുലയുണ്ട്. ഇത് നമുക്ക് എന്താണ്? 2 sin x + y/2 cos x - y/2. അതുപോലെ തന്നെ sin x മൈനസ് sin y ഉണ്ട്. എന്താ ഫോർമുല? 2 cos x + y/2 sin x - y/2. സോ ഈ കാണുന്ന രണ്ട് ഫോർമുലയും എല്ലാവരും പഠിക്കണം. കാരണം ഈ കാണുന്ന രണ്ട് ഫോർമുലാസും നമുക്ക് ട്രിഗണോമെട്രി ഒരുപാട് ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ എന്താണ്? നമുക്ക് ഇവിടെ ഉള്ളത് sin x മൈനസ് sin y ഫോർമാറ്റ് ആണ്. കണ്ടോ, മൈനസ് ആണ്. സോ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 2 cos x + y/2 sin x - y/2. സോ എന്ത് പറ്റും മക്കളെ? 2 cos x + y/2. അതാരാ വരപ്പോ? x + y/2 മീൻസ് ഇവനാണ് x. അപ്പൊ x + h x പ്ലസ് y ആരാ? ഇവനാണ് y. ഓക്കെ, /2 sin x - y/2. x എന്ന് പറഞ്ഞാൽ x + h മൈനസ് y ആരാ? y എന്ന് പറഞ്ഞാൽ x ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ നോക്കി ഇവിടെ h ഉണ്ട്, ഇത് h എഴുതി. നോക്കുമ്പോൾ ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും ഞാൻ ക്യാൻസൽ ചെയ്തു. ഇവിടെ എന്താണ് മക്കളെ? x + x 2x + h/2. സോ ലിമിറ്റ് h → 0 2 cos 2x + h/2 sin h/2 എന്ന് കിട്ടി. ഒരു ഹോൾ ബൈ h കൂടി ഉണ്ട്. ഞാൻ ആ കണച്ച് ഇവിടെ എഴുതി. എൻ്റെ നോക്കി ഇങ്ങനെ എഴുതിട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാനുള്ള കാരണം? മറ്റൊന്നും കൊണ്ടല്ല. എല്ലാവരും ശ്രദ്ധിക്കാം. നമുക്ക് കൃത്യമായിട്ട് അറിയാം sin x/x. നോക്കൂ, ഇതൊക്കെ തന്നെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണോ. ലിമിറ്റ് x → 0 sin x/x എന്താണ്? അത് 1 ആണെന്ന് അറിയാം. സോ ഇവിടെ x ആണെങ്കിൽ ഇവിടെ x. അതാണ് ആലോചിക്കുന്ന ലോജിക്. ഇവിടെ x ആണെങ്കിൽ ഇവിടെ x. അതായത് ഇവിടെ വരുന്നത് ആരോ അവനായിരിക്കണം താഴെ. സോ ഇവിടെ h/2 ആണ്. കണ്ടോ? ഓക്കെ, h/2 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് താഴെ ആര് വേണം? താഴെയും h/2 തന്നെ വേണം. ഞാൻ എഴുതി മക്കളെ h/2 ഒരു /2 എഴുതി. അങ്ങനെ വെറുതെ /2 എഴുതാൻ പറ്റില്ല. നമ്മൾ എന്താണ് ഒരു × 2 കൂടി എഴുതി. ആ × 2 നേരെ പുറത്ത് എഴുതിട്ടോ, പ്രശ്നമല്ലോ. അപ്പോൾ ഈ കാണുന്ന sin h/2 ഇവൻ 1 ആയിട്ട് പോയി. അവൻ 1 ആയിട്ട് പോയിട്ടോ. ഞാൻ ബാക്കിയുള്ള കൃത്യമായിട്ട് എഴുതുന്നു. അതായത് ലിമിറ്റ്
എച്ച് ടെൻസ് ടു 0 ബാക്കി എന്തുണ്ട് 2 cos 2x പ്ലസ് h ബൈ 2 ഡിവൈഡർ ബൈ മക്കളെ ഇവിടെ 2 കൂടി ബാക്കിയുണ്ട് ഡിവൈഡർ ബൈ 2 ഇതാ 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. നിങ്ങൾ ഓടിപ്പോയിട്ട് ഈ കാണുന്ന എച്ചിന് പകരം 0 കൊടുക്കാം. എച്ചിന് പകരം 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇറ്റ് ഇസ് സെയിം ആസ് cos 2x പ്ലസ് 0 അതെ 2x ബൈ 2 2 2 ക്യാൻസൽ ആയപ്പോൾ ദി ആൻസർ ഇസ് cos x. ഇതാണ് എന്റെ എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് cos എക്സിന്റെയും ഫസ്റ്റ് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുക. എല്ലാവരും ആ കാണുന്നത് കൃത്യമായിട്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്തു പഠിക്കുക. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് cos എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ആ കാണുന്ന ഫോർമുല വരുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തു പഠിക്കുക. നമ്മൾ അടുത്തേക്ക് പോകുന്നു. tan x ഇത് വളരെ ഡിഫറെന്റ് ആണ്. tan എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതാണ് കഴിഞ്ഞ കൊല്ലം എക്സാമിന് ചോദ്യം. എല്ലാവരും നിർബന്ധമായിട്ടും ഇത് പഠിച്ചിരിക്കുക തന്നെ വേണം. എന്റെ എഫ് ഓഫ് എക്സ് എന്താണ് മക്കളെ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് tan x. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതാണ് നമ്മുടെ ഫോർമുല. എന്ത് വേണം നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് വേണം. അതായത് എക്സിന് പകരം ആരാ? എക്സ് പ്ലസ് എച്ച് വരിക. സോ ഇവിടെയും എക്സ് ഉണ്ട്. ആ കാണുന്ന എക്സിന് പകരം എല്ലാവരും ഓടിപ്പോയിട്ട് എക്സ് പ്ലസ് എച്ച് എഴുതുക. സോ എന്ത് കിട്ടും? tan ഓഫ് എക്സ് പ്ലസ് എച്ച്. അപ്പൊ എന്തുവാണ് ഇനി ഓരോന്നും വളരെ വ്യക്തമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ടു ലിമിറ്റ് h ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അതായത് tan ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് അതായത് tan എക്സ് ഡിവൈഡഡ് ബൈ h. പണ്ടേ തന്നെ നമുക്ക് എന്താണ് ടാൻ എന്ന് പറയുന്നത് ഒരു അലർജിയാണ്. നമുക്ക് എപ്പോഴും ഇഷ്ടമെന്ന് പറയുന്നത് സൈനും കോസുമാകുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കാണുന്ന ടാനിനെ സൈന്റെയും കോസിന്റെ ടേംസിൽ എഴുതാൻ പോകും. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താ? tan x എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് sin x ബൈ cos x. ഓക്കെ, tan x ഇറ്റ് ഇസ് സെയിം ആസ് sin x ബൈ cos x ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഈ കാണുന്ന tan x പ്ലസ് h എന്ന് പറഞ്ഞാൽ എന്താണ്? അത് sin x പ്ലസ് h ഡിവൈഡഡ് ബൈ cos x പ്ലസ് h ആണ്. സോ ഇറ്റ് ഇസ് സെയിം ആസ് നോക്കിയാൽ ലിമിറ്റ് h tends to 0 sin x plus h divided by cos x plus h. Okay, minus tan x നമുക്ക് അത് sin x by cos x whole divided by h. ഇതാണ് നമ്മൾക്ക് വരും. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നേരെ തന്നെ LCM എടുക്കാം. ഓക്കെ, എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും. നോക്കി നേരെ LCM എടുക്കാം കേട്ടോ. എന്ത് കിട്ടും? ലിമിറ്റ് h tends to 0 sin of x plus h. ഓക്കെ, ഇങ്ങനെ കേട്ടോ, നേരെ ഇങ്ങനെ കേട്ടോ, ഇൻറ്റു cos x മൈനസ് ഇങ്ങനെ കേട്ടോ sin x ഇൻറ്റു cos ഓഫ് x plus h ഹോൾ ഡിവൈഡഡ് ബൈ മക്കളെ ഇവന്മാർക്ക് മൾട്ടിപ്ലൈ ചെയ്യുക cos ഓഫ് x plus h ഇൻറ്റു cos x ഹോൾ ഡിവൈഡഡ് ബൈ h. എല്ലാവരും നോക്കാം. നമ്മൾ പണ്ട് പഠിച്ച ഫോർമുലയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. സൈൻ ഓഫ് എക്സ് മൈനസ് 1 ഇറ്റ് ഇസ് സെയിം ആസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. നമ്മൾ ട്രിഗണോമെട്രി ചാപ്റ്ററിൽ പഠിച്ച ഒരു കാര്യമാണിത്. ഈ പറയുന്നത് സൈൻ ഓഫ് എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ ഇറ്റ് ഇസ് സെയിം ആസ് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇതാ ആ കാണുന്ന ഫോർമുല എഴുതി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഇവനൊരു എക്സ് പോലെ നോക്കുക, എക്സ് പ്ലസ് എച്ചിനെ. അതുപോലെ ഈ കാണുന്ന എക്സിന് വൈ പോലെ നോക്കുകയാണെങ്കിൽ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ആ കാണുന്ന ഫോർമുല അതെന്താണ്? അത് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. സോ ഈ കിടക്കുന്നത് മറ്റാരുമല്ലാതെ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണെന്ന കാര്യം എല്ലാവർക്കും എന്തായാലും ഓർമ്മ വേണം. കാരണം ഇത് അത്രമേൽ ആവശ്യമുള്ള ഫോർമുല തന്നെയാണ്. ഓക്കെ, മുന്നോട്ട് പോകുന്നു ഞാൻ. സോ ഈ കാണുന്നത് ആരാണ്? അത് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. എഴുതി ലിമിറ്റ് h tends to 0 sin of x minus y. ആരാ x? ഈ കിടക്കുന്ന x plus h അതാണ് x മൈനസ് y. എന്താ y എന്ന് പറയുന്നത്? ഈ കാണുന്ന x എഴുതി. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് മക്കൾ ഇവിടെ cos x cos of x plus h into cos x ഒരു ബൈ
എച്ച് ഹോൾ ബൈ എച്ച് ഉണ്ട്. ഈ കാണുന്ന ഹോൾ ബൈ എച്ച് നമുക്ക് എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് നേരെ കയറ്റി എഴുതാം കേട്ടോ. ഇവിടെ എഴുതാം കേട്ടോ. അത് വളരെ ബേസിക് മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. ഇൻറ്റു എച്ച് എന്നിവിടെ എഴുതി കേട്ടോ. ഇൻറ്റു എച്ച് എക്സും എക്സും ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളവനെ അടിക്കിറക്കി എഴുതി. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. എല്ലാവരും നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണെന്ത്, ദേ ഇവിടെ സൈൻ എച്ച് ബൈ എച്ച് നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഫോർമുല വീണ്ടും കയറി വരികയാണ്. ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എച്ച് ബൈ എച്ച് ഇറ്റ് ഇസ് നൺ അതർ ദാൻ 1 ഡേ. ഈ കാണുന്നവൻ നമുക്കളെ 1 ആയിട്ട് പോയി. ബാക്കി എന്താ, ബാക്കിയുള്ള എല്ലായിടത്തും എച്ച് എവിടെയുണ്ട് അവിടെ ഓടിപ്പോയിട്ട് 0 കൊടുക്കാതെ ഇവിടെ എച്ച് ഉണ്ട് അവിടെ പോയി 0 കൊടുത്തു. സോ എന്ത് കിട്ടും, കോസ് എക്സ് പ്ലസ് 0 അതായത് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. സോ ഇറ്റ് സെയിം ആസ് 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണെന്ന് അറിയാം. ഇറ്റ് സെയിം ആസ് 1 ബൈ കോസ് സ്ക്വയർ എക്സ്. മക്കളെ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണ്, 1 ബൈ കോസ് സ്ക്വയർ എക്സ് അത് സീക് സ്ക്വയർ എക്സ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1 ബൈ കോസ് എക്സ് സീക് എക്സ് ആണെന്ന് അറിയാം. സോ ഓട്ടോമാറ്റിക്കലി 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇറ്റ് ഈസ് നൺ അതർ ദാൻ സീക് സ്ക്വയർ എക്സ് ആണ്. കാര്യം എല്ലാവർക്കും വളരെ സുഖമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ നേരെ തന്നെ അടുത്തൊരു കാര്യത്തിലേക്ക് പോകുന്നു. അൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ്സ്. ശ്രദ്ധിക്കുക എല്ലാവരും, നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഈ 2 ഫോർമുലാസ് ആണ്. അതിനു മുമ്പ് എഫ് പ്ലസ് ജി അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം എഫ് പ്ലസ് ഡി ഡാഷ്. ഇതാണെങ്കിൽ നമുക്ക് എന്താണ്, എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ് ആണ്. അത് എഫ് മൈനസ് ആണെങ്കിൽ എഫ് മൈനസ് ജി ഡാഷ് എന്താണ്, എഫ് ഡാഷ് മൈനസ് ജി ഡാഷ് ആണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ പ്രൊഡക്റ്റ് പഠിക്കാനുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് നമുക്ക് ഈ കാണുന്ന എഫ് ഡാഷിനെ മറ്റൊരു രീതിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമ്പോൾ ഡി ബൈ ഡി എക്സ് എന്ന് പറയാൻ പറ്റും. നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് എന്തെഴുതാൻ പറ്റുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് കേട്ടോ. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാൻ സാധിക്കും നമുക്ക് കേട്ടോ. അതെല്ലാം മനസ്സിലാക്കണം. നോക്കിയാൽ ഡി ബൈ ഡി എക്സ് എന്നും കൂടി ഈ കാണുന്ന ഡാഷിന് മീനിങ് ഉണ്ട്. ഇതാ ഡി ബൈ ഡി എക്സ് ഓഫ്, ഞാൻ പഠിപ്പിക്കുന്നു, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. 2 ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ട് ഞാനിതാ ഇപ്പോൾ പറയുന്ന ഫോർമുല പഠിച്ചിരിക്കണം. കാരണം എക്സാമിന് ആവശ്യമുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് ഈ കാണുന്ന ഫോർമുല. നോക്കാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, രണ്ടാമത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, ഇതാ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എന്തായിരിക്കും മക്കളെ, ഫസ്റ്റ് ഫംഗ്ഷൻ. സോ ഒന്നാമത്തെ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് രണ്ടാമത്തെ പ്ലസ് രണ്ടാമത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഒന്നാമത്തെ. കിട്ടിയല്ലോ. ഇതുപോലെ തന്നെയാണ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഈ ഒരു ഫോർമാറ്റ് വരികയാണെങ്കിലും ശ്രദ്ധിക്കുക എല്ലാവരും, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഈ 2 ഫോർമുലാസും ഓക്കെ, ഈ കാണുന്നവനെയും എല്ലാവരും പഠിച്ചു വെക്കാൻ നോക്കിയേ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് മക്കളെ ആവശ്യമുള്ള 2 ഫോർമുലാസ് എന്ന് പറയുന്നത്. ഞാൻ നേരെ തന്നെ ഇതാ ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. ശ്രദ്ധിക്കാം, ഈ ഒരു ചോദ്യം ഇത് എക്സാമിന് ചോദിച്ചാണ്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് എന്താണെന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ് സ്ക്വയർ ഇവിടെ സ്ക്വയർ ആണ്. സ്ക്വയർ ആണ് പഠിച്ചിരിക്കുന്നത്, നേരത്തെ തന്നെ അടിക്ക് എഴുതാൻ പറ്റും. നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്നത് ഇവിടെ 2 ആണെങ്കിൽ ഈ കാണുന്ന 2നെ നേരെ താഴെ എഴുതാം. അതായത് 2 എന്ന് എഴുതി 2 എക്സ് 2ൽ നിന്ന് 1 കുറയ്ക്കാം, അതായത് 1 2x റേസ് ടു 1 അഥവാ 2x പ്ലസ് എല്ലാവരും നിർബന്ധമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് എന്താ മക്കളെ, ഈക്വൽ ടു 0. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണെന്നുള്ള കാര്യം എല്ലാവരും ഓർത്തു വെക്കണം. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ തന്നെയാണ്, പക്ഷെ നമുക്ക് എന്താണ് അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഈക്വൽ 0, അതായത് ഈ കാണുന്ന കോൺസ്റ്റന്റ് 2 ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്, അത് 0 ആണ്. കഴിഞ്ഞു. ദി ആൻസർ ഇസ് 2x. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനെ എക്സിനുള്ളിലേക്ക് എടുത്തു കേട്ടോ. കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി എക്സിനുള്ളിലേക്ക് എടുത്തു. സോ ഈ കാണുന്ന എക്സ് ഉള്ളോട്ട് പോകുമ്പോൾ എന്ത് കിട്ടി, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ്, അടുത്ത് പ്ലസ് 2 ഇൻറ്റു ഈ കാണുന്ന എക്സ് ഉള്ളോട്ട് പോകുമ്പോൾ എന്ത് കിട്ടി, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ 1 ഉണ്ട്, അതിലേക്ക് ഒരു എക്സ് പോയി ഇൻറ്റു എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ആവശ്യം. നമുക്ക് നോക്കാം. ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഇത് ഈ കാണുന്ന 3നെ നേരെ താഴെ എഴുതി. ഇതാ 3 എക്സ് റേസ് ടു 3ൽ നിന്ന് 1 കുറച്ചു, ഇപ്പൊ എന്ത് കിട്ടി, 2 എന്ന് കിട്ടി. 3x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ.
ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് 2x ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. ഞാൻ എഴുതി ഇൻറ്റു 2x പ്ലസ് ഇവിടെ എക്സ് ഉണ്ട് മക്കളെ. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്? അത് 1 ആണ് കേട്ടോ. അതെങ്ങനെ കിട്ടും? ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് റേസ് ടു 1 ആണെന്ന് അറിയാം. ഈ കാണുന്ന 1 നേരെ താഴോട്ട് എഴുതി. സോ എന്താണ് 1 ഇൻറ്റു എക്സ് റേസ് ടു ഇവിടെ 1 അല്ലേ 1 മൈനസ് 1 അതായത് 0. എക്സ് ടു ദി പവർ 0 നമുക്ക് എന്താണ് 1 ആണെന്ന് അറിയാം. സോ എന്ത് കിട്ടി? ദി ബാലൻസ് ഇസ് 1. സോ ഇവിടെ എന്താണ് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ എന്തായി? 3x സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 4x പ്ലസ് 1. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ശരി ഉത്തരമായിട്ടുള്ളത്. എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു ചോദ്യം ചെയ്തു പഠിക്കണം. കാരണം എക്സാമിന് അത്രമേൽ ആവശ്യമുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഈ കാണുന്ന ഫോർമുലാസും എല്ലാവരും പഠിച്ചിരിക്കുക തന്നെ വേണം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്നാണ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഓർത്തിരിക്കാണ് ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞു. ചെറിയ ട്രിക്ക്. സൈനും കോസും ബന്ധമുണ്ട്, കോസും സൈനും ബന്ധമുണ്ട്. സംശയം വരുന്നത് ഈ കാണുന്ന പ്ലസ് ആണോ മൈനസ് ആണോ സംശയം വരാം. ഓർത്തിരിക്കുക മക്കളെ, കോ ആണ്. കോ കോ നോക്കി കോ 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 ഉണ്ടെങ്കിൽ ഒന്നും കൂടി കേട്ടോ. കോസിക് എക്സ് കോ ഉണ്ടെങ്കിൽ ഓർത്തിരിക്കുക നെഗറ്റീവ് ഉണ്ടാവും. അതായത് കോ ആണെങ്കിൽ കോഴിയാണെന്ന് അറിയാം. കോഴിയാണെങ്കിൽ മക്കളെ കൃത്യമായിട്ട് അറിയാം നെഗറ്റീവ് ഉണ്ടാവും. എല്ലാ കോഴീസും നെഗറ്റീവ് ആണ്. ദേ അപ്പോൾ ഓരോ കോയിലും നമുക്ക് എന്താണ് നെഗറ്റീവ് ഉണ്ടാവും. ഇവിടെയും കോയുണ്ട്. സോ എന്താണ് ഇവിടെയും നെഗറ്റീവ് വേണം. മൈനസ് കോസിക് എക്സ് കോട്ടെക്സ്. സോ ഈ കാണുന്ന ഫോർമുലാസ് 6 എണ്ണവും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ 6 എണ്ണം പഠിച്ചില്ലെങ്കിലും ഞാൻ പറയുന്നു നിങ്ങൾ ഇവനെങ്കിലും പഠിക്കണം. ആരെ? സൈനിനെയും കോസിനെയും അറ്റ്ലീസ്റ്റ് പഠിക്കണം. ബാക്കിയുള്ള 4 എണ്ണം നിങ്ങൾക്ക് ഞാൻ ഓപ്ഷൻ ആക്കി വിടുന്നു. പക്ഷെ ഞാൻ പറയുന്നു 6 പഠിക്കുന്നത് സേഫ് ആണ്. പക്ഷേ പഠിച്ചില്ലെങ്കിലും ഈ പറയുന്ന 2 പേരെ പഠിക്കണം. സൈൻ ആണെങ്കിൽ അത് കോസ് ആയിരിക്കും. കോസ് ആണെങ്കിലോ ഓർത്തിരിക്കാതെ മൈനസ് സൈൻ ആയിരിക്കും. കോയുണ്ട്, അതുകൊണ്ട് നെഗറ്റീവ് ഉണ്ട്, മൈനസ് സൈൻ ആയിരിക്കും. നമ്മളിതാ നേരത്തെ നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. y ഇൻറ്റു സൈൻ എക്സ്. ഇതാണ് ഈ കാണുന്ന ഭാഗത്ത് ചോദിക്കാനുള്ള ചോദ്യം. നമുക്ക് എന്താണ് dy by dx കണ്ടുപിടിക്കണം. dy by dx അതായത് ഈ കാണുന്ന y-ന്റെ ഡെറിവേറ്റീവ് കേട്ടോ. y-ന്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പറയാ? നമ്മൾ dy by dx എന്ന് പറയും. ഓക്കെ, y-യുടെ ഡെറിവേറ്റീവ് നമ്മൾ എന്ത് പറയും? dy by dx എന്ന് പറയും. ഇവിടെ നോക്കുമ്പോൾ 2 പേരുണ്ട്. ആരൊക്കെയാ? ഒന്നാമത്തെ ആൾ എക്സ്, രണ്ടാമത്തെ ആളാണ് സൈൻ എക്സ്. കണ്ടോ, എക്സിനെ നമുക്ക് എന്ത് വിളിച്ചു? ഫസ്റ്റ് വ്യക്തി. ഇവനോ സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്കറിയാവുന്ന കാര്യമാണ് ഫോർമുല. ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, രണ്ടാമത്തെ വ്യക്തിയുടെ ഡെറിവേറ്റീവ് അതായത് സൈൻ എക്സ് ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ഒന്നാമത്തെ എക്സ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഓക്കെ, അതായത് മക്കളെ ഇറ്റ് ഈസ് സെയിം ആസ് എക്സ് ഇൻറ്റു നമ്മൾ തൊട്ടുമുൻ പഠിച്ചു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇറ്റ് ഈസ് സെയിം ആസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ പഠിച്ചിരുന്നു, അത് 1 ആയിരുന്നു. അത് നമ്മൾ ഓർത്ത് വെക്കുക. അതിമനോഹരമായ റിസൾട്ട് തന്നെയാണ് ഈ പറയുന്നത്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0 ആണെന്ന് അറിയാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? അത് 1 ആണെന്നും അറിയാം. ഇറ്റ് ഈസ് സെയിം ആസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് വരുന്നത്. നമ്മളിത് നേരെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പിടിച്ചോളൂ. ഇവരും എന്താണ്? ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോർമാറ്റിൽ നിൽക്കുന്നത്. അപ്പൊ എന്ത് വേണം? നമ്മൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ആരാ? 1 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതായത് ഇവന്റെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആരാണ്? കോസ് എക്സ് മൈനസ് ന്യൂമറേറ്റർ അതായത് കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ഇവന്റെ ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ മക്കളെ ഡിനോമിനേറ്റർ ഉള്ളവന്റെ സ്ക്വയർ അതായത് 1 പ്ലസ് സൈൻ എക്സിന്റെ സ്ക്വയർ. നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. അതായത് 1 പ്ലസ് സൈൻ എക്സ്, ഇവിടെ എന്തുണ്ട്? ഇവിടെ കോസ് എക്സ് ഉണ്ട്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് സൈൻ എക്സ്. ഓക്കെ, മൈനസ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് സൈൻ എക്സ്. 1ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 0 ആണെന്ന് അറിയാം. സൈൻ എക്സിന്റെ എന്താ മക്കളെ ഡെറിവേറ്റീവ് വരുന്നത്? നമുക്കറിയാം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് അത് കോസ് എക്സ് ആണ്. ഇൻറ്റു കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് 1 പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഈ ഒരു ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. അതായത് ഈ കാണുന്ന
മൈനസ് സൈൻ എക്സ് ഞാൻ ഉള്ളിലോട്ട് എടുത്തു കേട്ടോ. സോ എന്ത് കിട്ടി? മൈനസ് സൈൻ എക്സ് മൈനസ്, ഇതാണ് മൈനസ് കേട്ടോ, മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്, ഇറ്റ് സെയിം ആസ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ മക്കളെ 1 പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ. നോക്കിയേ, ഈ രണ്ട് ടേമിൽ നെഗറ്റീവ് ഉണ്ട്. ഞാൻ നെഗറ്റീവിനെ കോമണെ പുറത്ത് എഴുതി, നെഗറ്റീവിന് കോമണെ പുറത്ത് എഴുതി. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ചെറുപ്പ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണെന്ന്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ് നമ്മൾ എന്താണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. സോ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കൃത്യമായിട്ട് ഇതാ മൈനസ് സൈൻ എക്സ് എഴുതി. ബാക്കി ഇവിടെ എന്തുണ്ട്? ബാക്കി ഇവിടെ ഒരു മൈനസ് പുറത്തെടുത്തു. നോക്കിയേ, ഇത് അവിടെ നെഗറ്റീവ് പുറത്തെടുത്തു, ഇവിടെ നെഗറ്റീവ് പോയി. നെഗറ്റീവ് പോകുമ്പോൾ നെഗറ്റീവ് ടേം എല്ലാം പോസിറ്റീവ് ആവും. സോ ഇവൻ പോസിറ്റീവ് ആയി മാറി. ബാക്കി എന്തുണ്ട്? സൈൻ സ്ക്വയർ എക്സ്. ഇവിടുന്ന് നെഗറ്റീവ് പോയി, ബാക്കി എന്തായി? അവിടെ പോസിറ്റീവ് ആയി മാറി. ഇറ്റ് സെയിം ആസ് കോസ് സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാ പ്ലസ് കേട്ടോ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇറ്റ് സെയിം ആസ് 1 ആണെന്ന് അറിയാം. അപ്പൊ എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ. ഞാൻ നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഞാൻ ഒരു നെഗറ്റീവിനെ കോമണെ പുറത്ത് എഴുതി, മൈനസ് പുറത്തു വന്നു. ബാക്കി എന്തുണ്ട്? നെഗറ്റീവ് പുറത്തു വന്നാൽ നെഗറ്റീവ് ടേമല്ല പോസിറ്റീവായി മാറും, പോസിറ്റീവ് നെഗറ്റീവായി മാറും. മക്കൾ ഇതാ ഇവൻ പോസിറ്റീവായി മാറി. ബാക്കി അവിടെ നിന്നുണ്ട് ആ കാരണം നെഗറ്റീവ് 1 പോസിറ്റീവ് 1 ആയി മാറി. ഇവൻ എന്താണ്? പോസിറ്റീവായി മാറി. പ്ലസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ. ഇതാ ഒരു 1 പ്ലസ് സൈൻ എക്സും ഒരു 1 പ്ലസ് സൈൻ എക്സും ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് മാത്രം എടുത്ത് എഴുതുന്നു. ഇറ്റ് സെയിം ആസ് മൈനസ് 1 ബൈ 1 പ്ലസ് സൈൻ എക്സ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഒരുപാട് ഫോർമുലാസ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം തന്നെ നമ്മൾ എന്താണ് ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഫോർമുലാസ് തന്നെയാണ്. നമ്മളിതാ നേരെ തന്നെ അടുത്ത ചോദ്യങ്ങൾ പോകുന്നു. നോക്കൂ, ലിമിറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ വളരെ വേഗം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. ഈ കാണുന്ന എക്സിന് ഓടിപ്പോയി 2 കൊടുക്കുക. സോ എന്ത് കിട്ടും? 2 സ്ക്വയർ മൈനസ് 2 2 സ്ക്വയർ മൈനസ് 2. ഇറ്റ് ഇസ് സെയിം ആസ് മക്കളെ 4 മൈനസ് 2. ദി ആൻസർ ഇസ് 2. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ പൈ ആർ സ്ക്വയർ. എന്താ ചെയ്യേണ്ടത്? ഇവിടെ r ആണ്. ആസ് ലിമിറ്റ് r ടെൻഡ്സ് ടു 1 ഓടിപ്പോയിട്ട് ഈ കാണുന്ന r ന് 1 കൊടുക്കുക. സോ എന്ത് കിട്ടും? പൈ ഇൻറ്റു 1 സ്ക്വയർ. 1 സ്ക്വയർ ഇസ് സെയിം ആസ് 1. സോ ദി ആൻസർ ഇസ് പൈ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചോദ്യമാണിത് ഈ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. നമ്മൾ എന്താണ് എക്സ് എവിടെയുണ്ടോ അവിടെ ഓടിപ്പോയിട്ട് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്താ ഇവിടെ എക്സ് ഉണ്ട്, -1 കൊടുത്തു. സോ -1 ഹോൾ സ്ക്വയർ മൈനസ് 5 ഇൻറ്റു എക്സിന് പകരം -1 കൊടുത്തു. ഇതാ ഇവിടെ എക്സ് ഉണ്ട്, -1 കൊടുത്തു. പ്ലസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ -1 ശ്രദ്ധിക്കട്ടോ. -1 ഹോൾ സ്ക്വയർ ഇറ്റ് ഇസ് സെയിം ആസ് 1. മൈനസ് മൈനസ് നമുക്കുള്ള പ്ലസ് ആയി മാറി. പ്ലസ് 5 പ്ലസ് 6 ഡിവൈഡഡ് ബൈ എന്താ -1 അതായത് -2. നോക്കൂ എല്ലാവരും. 5 പ്ലസ് 6 11 പ്ലസ് 1 12 ബൈ -2. ദി ആൻസർ ഇസ് -6. സോ ഇത്ര മാത്രമാണ് ഈ ഒരു ചോദ്യം നമുക്ക് കയറി വരുന്നത്. എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം ഈ ഒരു ചോദ്യം. ഇതാ അടുത്തൊരു ചോദ്യം പോകും. നമ്മൾ ഓടിപ്പോയിട്ട് എക്സിന് പകരം 0 കൊടുക്കാം, 2 കൊടുക്കാം. എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 സ്ക്വയർ -4 ഡിവൈഡഡ് ബൈ 2 -2. 2 സ്ക്വയർ 4 ആണെന്ന് അറിയാം. സോ 4 - 4 ഇറ്റ് ഇസ് സെയിം ആസ് 0 ബൈ 0 എന്ന് പറഞ്ഞ ഫോമിലേക്ക് പോയി. 0/0 ഫോം ആണെങ്കിൽ മക്കളെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക, നമ്മളിവിടെ എന്തെങ്കിലും ഉടായ്പ ചെയ്യേണ്ടി വരും. ഒരിക്കലും 0/0 ഫോം കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഉത്തരം 0 എന്ന് എഴുതരുത്, തെറ്റാണ്. നമുക്കറിയാം ഇവൻ ഈ കാണുന്ന 4 എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണെന്ന് അറിയാം. അത് 2ന്റെ സ്ക്വയർ ആണ്. സോ ലിമിറ്റ് x ടെൻസ് ടു x സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ x - 2. സോ a സ്ക്വയർ മൈനസ് b സ്ക്വയർ നമുക്കറിയാം എന്താ, അത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. അപ്പോൾ x സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആകുമ്പോൾ അത് x പ്ലസ് 2 ഇൻറ്റു x - 2 ആണ്. സോ ലിമിറ്റ് x ടെൻസ് ടു x പ്ലസ് 2 into x minus 2 whole divided by x minus 2. നമ്മളത് x minus 2 ക്യാൻസൽ ആയി പോയി. ഓടിപ്പോയിട്ട് എക്സിന് പകരം 2 കൊടുക്കുക. സോ 2 + 2 ദി ആൻസർ ഇസ് 4. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇങ്ങനെ ചോദ്യങ്ങൾ എക്സാം ചോദിക്കാറുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ എന്ത് ഇപ്പോൾ തന്നെ പറഞ്ഞത്. മക്കളെ ഇവിടെ നിങ്ങൾ എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0/0 എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മാറ്റേണ്ട ആവശ്യങ്ങൾ വരുന്നു. ആ കാണുന്ന മാറ്റം എങ്ങനെയാണെന്ന് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇതാ എല്ലാവർക്കും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. എക്സിനെ കോമണെ പുറത്തെടുക്കുക. സോ ലിമിറ്റ് x ടെൻസ് ടു
എക്സ് പുറത്തു പോകുന്നത് ബാക്കി ഇവിടെ നിന്നുണ്ട് എക്സ് ക്യൂബിൽ നിന്ന് എക്സ് പോയി ബാക്കി ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എക്സ് പോയി ബാക്കി ഇവിടെ എക്സ് പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ മക്കളെ ഈ കാണുന്ന 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണെന്ന് അറിയാം. സോ അത് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം എങ്ങനെയാണോ അതുപോലെ തന്നെ എഴുതിട്ടോ. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ അതെന്താ, അത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്താണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് നോക്കിയേ. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഇറ്റ് ഇസ് സെയിം ആസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ മക്കളെ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഇതാ ഒരു എക്സ് മൈനസ് 2 ഒരു എക്സ് മൈനസ് 2 ക്യാൻസൽ ആയിപ്പോയി. ബാക്കിയുള്ളവനെ മാത്രം എടുത്ത് എഴുതുക. അതായത് ലിമിറ്റ് എക്സ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ബൈ എക്സ് പ്ലസ് 2 ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു കേട്ടോ. ഓടിപ്പോയിട്ട് എക്സിന് പകരം 2 കൊടുക്കുക. സോ 2 ഇൻറ്റു 2 മൈനസ് 2 2 മൈനസ് 2 0 ആണെന്ന് അറിയാം. സോ 2 ഇൻറ്റു 0 അതായത് 0 ബൈ 4 എന്ന് കിട്ടും. ദി ആൻസർ ഇസ് 0. ഓക്കെ, 0 ബൈ 0 0 അല്ല, പക്ഷേ 0 ബൈ 4 എന്നാണ്, അത് 0 ആണ്. ഓക്കെ, ഓർത്തിരിക്കുക 0 ബൈ ഏത് നമ്പർ 0 ആണെന്ന് അറിയാം, എക്സെപ്റ്റ് താഴെ 0 വരാണ്ടിരിക്കാം. ഓക്കെ, ആ ഒരു ലോജിക്കും എല്ലാവരും മനസ്സിൽ എന്തായാലും ഉണ്ടാകണം. നമ്മളത് തന്നെ നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗത്തിലേക്ക് നീങ്ങിയാണ് എല്ലാവരും വളരെ അധികം ശ്രദ്ധിക്കുന്നത്. ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് കാണുന്നില്ല, ഇതൊരു ഫോർമുലയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 2 ഇവിടെ എ ആണ്, ഇതിലും എ ആണ് കേട്ടോ. സോ ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കാണുന്ന 16 എന്താണ്, അവിടെയും നമുക്ക് 2 വരുത്തണം. ഓക്കെ, 2 കണ്ടോ, എ എ എ എ എ എ. അപ്പൊ എന്താണ് 2 2 ഇവിടെയും 2 വരുത്തണം. സോ ഈ കാണുന്ന 16 നമുക്ക് എന്താണ് 2വിന്റെ ഏത് പവർ ആണ്, 2 റൈസ് ടു 4 ആണ് 16. എല്ലാവരും നോട്ട് ചെയ്യുക, 2 റൈസ് ടു 4 ആണ് 16. സോ എന്ന് പറയാൻ പറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു 4 മൈനസ് 2 റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഓക്കെ, മക്കളെ ഈ ഒരു ഫോർമുല ആണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുക, എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ആ കാണുന്ന ഫോർമുല ആണെങ്കിൽ ദി ആൻസർ ഇസ് നത്തിങ് ബട്ട് എൻ എ റൈസ് ടു എൻ മൈനസ് 1. ഇതാണ് ഫോർമുല, എൻ എ റൈസ് ടു എൻ മൈനസ് 1. ഇതാണ് ഫോർമുല ആയിട്ട് വരുന്നത്. എൻ എന്ന് പറയുന്നതാണ് എന്റെ എക്സിന്റെയും എന്റെ പവർ, എക്സിന്റെ എന്റെ പവർ അത് 4 ആണെന്ന് മനസ്സിലായി. സോ എൻ ഇക്വൽ ടു 4. എന്താണ് എ എന്ന് പറയുന്നത് മക്കളെ, എക്സ് റൈസ് ടു എ മൈനസ് എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഇത്. ഈ കാണുന്ന താഴെ നോക്കാം, അല്ലെങ്കിൽ എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. കണ്ടോ, ഇവിടുത്തെ നോക്കാം, ഇവിടെ 2 അല്ലേ. സോ എ എന്താ, എ എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ. നേരെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ എന്താ 4, എ റൈസ് ടു എ എന്താ 2 റൈസ് ടു എൻ മൈനസ് 1 അതായത് 4 മൈനസ് 1. സോ 4 ഇൻറ്റു 2 ക്യൂബ് 2 ക്യൂബ് 8 ആണെന്ന് അറിയാം. 8 ഇൻറ്റു 4 വിച്ച് മീൻസ് ദി ആൻസർ ഇസ് 32. സോ ഇത്ര മാത്രം നമുക്ക് ഈ ഒരു ചോദ്യം വരും. സോ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു ചോദ്യം പഠിക്കണം. എക്സാമിന് ആവശ്യമുണ്ട് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ എക്സ് ടെൻസ് 1 എക്സ് റൈസ് 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് 4 മൈനസ് 1. നോക്കുമ്പോൾ എക്സ് റൈസ് 7 മൈനസ് 1 റൈസ് 7 ഹാപ്പി. ഇവിടെ എക്സ് റൈസ് 4 മൈനസ് എന്തായിരിക്കണം 1 റൈസ് 4. താഴെ ആര് വേണം, താഴെ ഒരു എക്സ് മൈനസ് എ വേണ്ടേ. അപ്പോൾ എന്ത് വേണം, ഇവിടെ നമുക്ക് ബൈ എക്സ് മൈനസ് 1 വേണം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 7 മൈനസ് 1 റൈസ് ടു 7. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും താഴെ എക്സ് മൈനസ് 1 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെയും എക്സ് മൈനസ് 1 വെച്ച് മക്കളെ നമ്മൾ എന്താണിത്, എക്സ് റൈസ് ടു 4 മൈനസ് 1 റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. അപ്പൊ എന്താ, ഇനി ഇഷ്യൂസ് ഉണ്ടോ, ഒരു ഇഷ്യൂസിൽ എന്താണ്, ഇവനും ക്യാൻസൽ ആയി പോയി കേട്ടോ, ക്യാൻസൽ ആയി പോയി. സോ യാതൊരു മാറ്റവും നമുക്ക് എന്താണ് ഈ കാണുന്നതിൽ വരികയില്ല, ഇത് ഈക്വൽ ആയിരിക്കും. എന്താ ചെയ്യണ്ടേ, കമ്പയർ ചെയ്യാം. എ ആരാ, എ എന്ന് പറയുന്നത് മക്കളെ ലിമിറ്റ് നോക്കാതെ 1 ആണെന്ന് അറിയാം. അപ്പൊ എ 1 ആണ്. എൻ എന്താ, എൻ എന്ന് പറയുന്നത് മേലതെ ഇവിടെ എന്താ, അത് എക്സിന്റെ പവർ ആരാ, അത് 7 ആണെന്ന് അറിയാം. സോ അവിടുത്തെ എൻ എന്താ 7 ആണ്. നേരത്തെ തന്നെ എഴുതി മക്കളെ എൻ എ റേസ് ടു എൻ മൈനസ് 1. സോ എൻ എന്താണ് 7, എ എന്താണ് 1 ആണെന്ന് അറിയാം. 1 റേസ് ടു ഏത് നമ്പർ നമുക്ക് എന്താണ്, അത് 1 ആണ്, ഞാൻ എഴുതുന്നില്ല. ഡിവൈഡഡ് ബൈ താഴെ എന്താണ്, താഴെയും എ എന്താണ് 1 ആണെന്ന് അറിയാം. പക്ഷെ അവിടുത്തെ എന്നിന് മാറ്റമുണ്ട്. താഴെയുള്ള എൻ എന്താ, താഴെ എൻ എന്ന് പറയുന്നത് മക്കളെ അത് 4 ആണെന്ന് അറിയാം. നോക്കി, അത് 4 ആണ്. സോ 4. അപ്പൊ എന്താണ് എൻ എ റേസ് ടു എൻ മൈനസ് 1. സോ 4 എ എന്താണ് 1 ആണെന്ന് അറിയാം. 1 റേസ് ടു എൻ നമ്പർ എന്താണ്, അത് 1 ആണെന്ന് അറിയാം. സോ ദി ആൻസർ ഇസ് 7 into 1 divided by 4 into 1. ഇറ്റ് ഇസ് സെയിം ആസ് 7 by 4.
ഇതാണ് മക്കളെ ഈ ഒരു ഭാഗത്തെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. sin ax by sin bx. sin ax by sin bx എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ട് ആണ് ലിമിറ്റ് x tends to 0 sin x by x. ഇതിന്റെ വാല്യൂ മക്കളെ 1 ആണ്. 1. അപ്പോൾ ഇവിടെ x ആണെങ്കിൽ താഴെയും x. അപ്പൊ ഇവിടെ വരുന്ന ആൾ ആരാണോ അവൻ തന്നെയാണ് താഴെ വരേണ്ടത്. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ sin 5x ആണെങ്കിൽ താഴെ എന്ത് വേണം? ഇവിടെ 5x ആണ്. അപ്പൊ താഴെ ആരാണ്? താഴെയും 5x ആവണം. ലിമിറ്റ് x tends to 0. ശരിക്കുമാണെങ്കിൽ അത് 5x and 0 എന്ന് പറയാണ് കൺസെപ്റ്റ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് എന്താണ്? x എന്ന് എഴുതാൻ കുഴപ്പമില്ല മക്കളെ. ഇറ്റ് ഇസ് സെയിം ആസ് 1. സോ ഇവിടെ 5x ആണെങ്കിൽ ഇവിടെയും 5x. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ലോജിക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെയും 5x വേണം. അത് ഇല്ലെങ്കിലും വലിയ വിഷയമല്ല, പേടിക്കേണ്ട. നമുക്ക് എന്താണ് അത്രമേൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ sin ax ഉണ്ട്. sin x ലിമിറ്റ് x tends to x and 0 sin x. ഇവിടെ sin ax ആണെങ്കിൽ എനിക്ക് താഴെ ആര് വേണം മക്കളെ? താഴെയും എനിക്ക് ax വേണം. പക്ഷെ ഇവിടെ bx ആണ്. ഞാൻ എന്ത് ചെയ്തു? ഈ കാണുന്ന b ഉണ്ടല്ലോ, ആ ചങ്ങായി കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഞാൻ എന്താണ് അവനെ നേരെ പുറത്തെഴുതി. സോ എന്താണ്? അവൻ താഴത്താണ്, അതുകൊണ്ട് താഴത്താണ് വരിക. ഡിനോമിനേറ്റർ ആണെങ്കിൽ എന്ത്? b വരിക 1/b. ബാക്കി ഇവിടെ നിന്നുണ്ട് ഒരു x ഉണ്ട് കേട്ടോ. എനിക്കിവിടെ ax ആണ് വേണ്ട. അപ്പൊ a ആവശ്യമുണ്ട്. ഇതാ ഒരു a കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒരു a കൊണ്ട് ഗുണിച്ചു. ഓക്കെ, ഇവന്റെ വാല്യൂ എന്തായിരിക്കും? ഇവന്റെ വാല്യൂ 1 ആയിരിക്കും. ദേ ഇവിടെ ax ആണ്, ഇവിടെയും ax ആണ്. സോ sin ax by ax it is same as 1 as limit x tends to 0. അവന്റെ ഒരു 1 ആയി പോയി. ബാക്കി ഇവിടെ നിന്നുണ്ട് 1/b into 1, ഇവൻ 1 കേട്ടോ, ഇൻറ്റു എന്നുണ്ട് ഒരു എയും കൂടി ഉണ്ട്. ഇറ്റ് സെയിം ആസ് a/b. ഇത്ര മാത്രമാണ് ഈ ചോദ്യം വരുന്നത്. എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്നത്. നോക്കിയേ, ഇവിടെ sin 4x. നമുക്ക് sin 4x പഞ്ചുണ്ടോ? sin 4x എന്ത് വേണം മക്കളെ? നിർബന്ധമായിട്ടും എനിക്കൊരു 4x ആവശ്യമുണ്ട്. എന്നാൽ മാത്രമാണ് എന്ത്? അത് 1ലേക്ക് പോകുള്ളൂ. വെറുതെ തന്നെ 4x വെക്കാൻ പറ്റില്ല. ഞാൻ 4x കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒപ്പം തന്നെ 4x കൊണ്ട് ഗുണിക്കുകയും ചെയ്തു. കുഴപ്പമില്ല. ഓക്കെ, ഹാപ്പി. താഴെ എന്താണ്? താഴെ sin 2x. ഞാൻ 2x കൊണ്ട് 2x എഴുതി. സോ 2x കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാ ഈ കാണുന്നവൻ എന്താ? ഇവൻ 1 ആണ്. ഇവനോ? ഇവനും 1 ആണ്. ബാക്കി എന്തുണ്ട്? 4x by 2x മാത്രമാണ് ബാക്കി. ഇതാ എക്സും എക്സും വെട്ടിക്കളഞ്ഞു. ബാക്കി എന്തുണ്ട്? ബാക്കി 4/2. ദി ആൻസർ ഇസ് 2. ദാറ്റ്സ് ഇറ്റ്. സോ ഇത്ര മാത്രമാണ് ഈ ഒരു ചോദ്യം വരുന്നത്. നമുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ എന്താണ് ഈ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം. നമ്മൾ അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എല്ലാവരും നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട അടുത്ത ഒരു റിസൾട്ട് ഇതാണ്. ലിമിറ്റ് x tends to 0 e raised to x minus 1 divided by x. നിങ്ങൾ ഇതിന്റെ വാല്യൂ 1 ആണ്. e raised to x minus 1 divided by x എന്നാണ് അതിന്റെ വാല്യൂ. മറ്റൊന്നുമല്ല, അത് 1 ആണെന്ന് അറിയാം. സോ ഇവിടെ x ആണെങ്കിൽ ഇവിടെ x കണ്ടോ? ഇവിടെ x ആണെങ്കിൽ ഇവിടെ x. സോ ഇവിടെ 3x ആണെങ്കിൽ എനിക്ക് താഴെ ആര് വേണം? എനിക്ക് ഇവിടെ ആര് വേണം? എനിക്ക് അവിടെയും 3x വേണം. എന്നാലേ വർക്കൗട്ട് ആവുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഇതാ ഒരു 3 കൊടുത്തു. വെറുതെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കൂടെ ഗുണിക്കും ചെയ്തു. അപ്പൊ എന്താ? ഇവന്റെ വാല്യൂ നമുക്കറിയാം, അത് 1 ആവും അറിയാം. ഓക്കെ, ഇവന്റെ e raised to x minus 1 divided by x ന്റെ ഫോമാറ്റ് ആണ്. ഈ കാണുന്ന ഫോമാറ്റ് ആണ്. ഇറ്റ് ഇസ് സെയിം ആസ് 1. സോ ഈ കാണുന്നവൻ 1 ആയിട്ട് പോയി. ഒരു into 3 ഉണ്ട് മക്കളെ. 1 into 3. ദി ആൻസർ ഇസ് 3. ഞാൻ അവസാനമായിട്ട് വേണമെങ്കിൽ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് ചെയ്യാം. e raised sin x minus 1 whole divided by x എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ sin x ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ ആര് വേണം? ഓക്കെ, ഇവിടെ 3x ആയപ്പോൾ താഴെ 3x. അപ്പൊ ഇവിടെ sin x ആകാൻ ആര് വേണം? നമുക്ക് sin x വേണം. ഞാൻ എന്ത് എഴുതി? e raised to sin x minus 1 ഡിവൈഡ് ബൈ. നോക്കി, ഇവിടെ sin x ആയതുകൊണ്ട് ഞാൻ sin x എഴുതി, താഴെ sin x എഴുതി. അങ്ങനെ വെറുതെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താണ്? ഞാൻ കൂടെ sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, താഴെ ഒരു x ഉണ്ട്, ആ കാണുന്ന x വഴി വെച്ചു. ലിമിറ്റ് x tends to 0. ഞാൻ നോക്കുമ്പോൾ മക്കളെ ഇവന്റെ വാല്യൂ എന്താ? e raised to, ഇതൊരു x ആണെങ്കിൽ e raised to x minus 1 divided by x it is same as 1 into sin x by x as limit x tends to 0. അതിന്റെ വാല്യൂ 1 ആണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 1 into 1. ദി ആൻസർ ഇസ് 1. സോ ഇത്ര മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിലെ ചോദ്യങ്ങൾ എക്സാമിന് വരുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാണുന്ന എല്ലാ ചോദ്യങ്ങളും പഠിച്ചുകൊണ്ട് എക്സാമിന് പോവുക. വേറെ ഒന്നും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല മക്കളെ. നിങ്ങൾ എല്ലാവരും തന്നെ ഈ കാണുന്ന ക്ലാസിന്റെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും എല്ലാവരും നിർബന്ധമായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഈ കാണുന്നതിന്റെ വാല്യൂ എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരമായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഉത്തരവും ഞാൻ എല്ലാം പരിശോധിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ടിൽ ബൈ ഓൾ. താങ്ക് യു.